അദ്ദേഹത്തിനെ അഭിനന്ദിക്കുകയാണ് ഇങ്ങനെ സംരംഭം ആരംഭിച്ചതിന്. കാര്യം ഹെൽത്ത് നമ്മുടെ മെയിൻ, നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ജീവൻ, നമ്മുടെ ശരീരം, നമ്മുടെ ബോഡി. അപ്പോൾ ഇന്നലൊക്കെ പിന്നെ ഷമീറിൻ്റെ ഉപ്പയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഡോക്ടറെ കണ്ട ആൾക്കാരാണ്, കാർഡിയോ ടെസ്റ്റിന് വേണ്ടി ഡോക്ടറെ കണ്ട ആൾക്കാരാണ്. ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചെങ്കിൽ, ഞാനിപ്പം ജീവിച്ചിരിക്കുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ്. 1999 എനിക്ക് ഈ കൊളസ്ട്രോൾ കിതപ്പ്, നടക്കുമ്പോൾ കിതക്കുക, കയറ്റം കയറുമ്പോൾ കിതക്കുക തുടങ്ങിയത്. അത് ഞാൻ കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 497 നിൽക്കുകയാണ്. ഒരു നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 150 കൊളസ്ട്രോൾ ലെവൽ. അത് 200 കടന്ന് 300 കടന്ന് 400, 497. കാര്യം അന്ന് അൺലിമിറ്റഡ് ആയിരുന്നു, എല്ലാ ഭക്ഷണം കണ്ടതൊക്കെ കഴിക്കും. അവിടുന്ന് ലിമിറ്റഡ് കൊടുത്തിട്ട് ഞാൻ കൊളസ്ട്രോൾ മരുന്ന് കഴിച്ചു. പക്ഷേ ഞാനിപ്പോൾ ഡയബറ്റിക് 3-4 പ്രാവശ്യം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബോർഡർ കഴിഞ്ഞിട്ട് കുറകായി. അപ്പോൾ അതുപോലെ ഡോക്ടർ നിർബന്ധമായിട്ടിനോട് പറഞ്ഞ് എടുക്കണം, കാര്യം ഇതിനോട് വേറെ സിംറ്റംസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്നലെ മുതൽ ഞാൻ ഡയബറ്റിക്സ് ആയി, എനിക്ക് 67 എൻ്റെ പേരിൽ എനിക്ക് പ്രശ്നമില്ല. നിങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്, വളരെ ശ്രദ്ധിക്കുക. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ ഇതുപോലെ എന്തെങ്കിലും 10 മുദ്രകൾ, ഇപ്പോൾ മുമ്പ് അദ്ദേഹം കാണിച്ചു തന്ന മാതിരിയുള്ള എന്തെങ്കിലും 10 മുദ്രകൾ, അതുമായി തന്നെ ഒരു 3/4 മണിക്കൂർ നടത്തം. സ്വിമ്മിങ് അറിയുന്നവർ ഏറ്റവും നല്ലതാണ് 15 മിനിറ്റ് നീന്തൽ. ഏത് സമയത്താലും കുഴപ്പമില്ല. ഭക്ഷണം കഴിക്കുന്നൊരു 3 മണിക്കൂർ മുന്നേ, ഭക്ഷണം കഴിക്കുന്ന 4 മണിക്കൂർ ശേഷമോ നീന്താൻ ഇറങ്ങുന്നത്. അതുമാതിരി രാവിലെ എല്ലാം നടത്തം. ചെറ്റിക്കൊക്കെ ഉള്ള റിസ്ക് എടുത്തിട്ടാണ് വരുന്നത്, വരുന്ന തിരക്കുള്ള ആളാണ്. അപ്പോൾ ഇതുവരെ എല്ലാവരും അവനവൻ്റെ ഹെൽത്ത്, അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിന് എല്ലാവർക്കും, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നാളെ ഇതിനും കൂടുതൽ ആളുകളെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുക. കാര്യം ആരോഗ്യം വലിയൊരു പ്രശ്നം തന്നെയാണ്, ഒരു സംശയമില്ല. ഇന്നലൊക്കെ ഹോസ്പിറ്റലിൽ നോക്കുമ്പോൾ എന്താണ് അവിടുത്തെ തിരക്ക്. കാരണം ഇതൊന്നും ചെയ്യാത്ത ജനങ്ങളാണ് ഈ വരുന്നത് മുഴുവൻ, ഡോക്ടറെ കാണാൻ വരുന്നത് മുഴുവൻ. എൻ്റെ പേരിൽ വളരെയധികം ശ്രദ്ധിക്കാൻ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കലും കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്.